ഓൾ വെൽക്കം ടു സൈലം ടെക്നിക്കൽ. നല്ല ഭംഗിയുണ്ടല്ലേ പുഴയൊക്കെ കാണാൻ. നമുക്ക് പുഴ എന്നുള്ളത് അല്ലെങ്കിൽ റിവേഴ്സ് ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു ഘടകമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. കാരണം എന്താണ്? ഇറിഗേഷന് വേണ്ടിയിട്ട് നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് റിവേഴ്സിനെയാണ്. അതേപോലെ തന്നെ ഇപ്പോൾ ഡ്രിങ്കിങ് പർപ്പസിനും നമ്മൾ ഡിപ്പെൻഡ് ചെയ്യുന്നത് റിവേഴ്സിനെയാണ്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗ് എന്ന് പറയുന്ന സബ്ജക്റ്റിൽ നമുക്ക് റിവേഴ്സിനെ പറ്റി കുറച്ച് കാര്യങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുണ്ട്. അപ്പോൾ കുറച്ച് റിവേഴ്സിൻ്റെ കാര്യങ്ങൾ ഒന്ന് നോക്കിയാലോ. ആദ്യമായിട്ട് നമുക്ക് റിവറിൻ്റെ ക്ലാസിഫിക്കേഷൻ നോക്കാം. റിവറിനെ നമുക്ക് 4 ആയിട്ട് കാറ്റഗറൈസ് ചെയ്യാൻ വേണ്ടി പറ്റും. പെരനിയൽ റിവേഴ്സ്, നോൺ പെരനിയൽ റിവേഴ്സ്, ഫ്ലാഷി റിവേഴ്സ് ആൻഡ് വിർജിൻ റിവേഴ്സ്. ഇതിൽ പെരനിയൽ റിവേഴ്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? നമ്മുടെ ഗംഗയൊക്കെ പെരനിയൽ റിവേഴ്സിന് എക്സാമ്പിൾ ആണ്. നമുക്ക് ത്രൂ ഔട്ട് ദ ഇയർ വെള്ളം ലഭിക്കുന്നുണ്ടെങ്കിൽ ആ ഒരു ടൈപ്പ് റിവേഴ്സിനെയാണ് നമ്മൾ പെരനിയൽ റിവേഴ്സ് എന്ന് പറയുന്നത്. ഇനി ത്രൂ ഔട്ട് ദ ഇയർ നമുക്ക് വെള്ളം കിട്ടുന്നില്ല, സീസണലായിട്ട് മാത്രമാണ് വെള്ളം കിട്ടുന്നതെങ്കിൽ അവയെ നമ്മൾ നോൺ പെരനിയൽ റിവേഴ്സ് എന്ന് പറയും. ഇനി ഫ്ലാഷി റിവേഴ്സ് എന്താണ്? ഫ്ലാഷ് എന്ന് പറയുമ്പോൾ എന്താ? പെട്ടെന്ന് വന്ന് പെട്ടെന്ന് മിന്നി മായുന്നൊരു സാധനമല്ലേ? അതേപോലെ തന്നെ ഫ്ലാഷി റിവേഴ്സ് എന്ന് പറഞ്ഞാൽ ഫ്ലഡിൻ്റെ സമയത്തൊക്കെ പെട്ടെന്ന് വാട്ടർ ലെവൽ റൈസ് ചെയ്യും. എന്നാൽ ഫ്ലഡ് കഴിയുമ്പോൾ എന്ത് സംഭവിക്കും? പെട്ടെന്ന് തന്നെ വാട്ടർ ലെവൽ കുറഞ്ഞു പോകും. അങ്ങനെ പെട്ടെന്ന് വെള്ളം കയറി വെള്ളം ഇറങ്ങുന്ന ടൈപ്പ് റിവേഴ്സിനെയാണ് നമ്മൾ ഫ്ലാഷി റിവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇനി ഒരു റിവർ സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ അത് എൻഡ് എപ്പോഴും ഓഷ്യനിലല്ലേ? പക്ഷേ ഇങ്ങനെ കടലിൽ എൻഡ് ചെയ്യുന്നതിന് മുൻപ് തന്നെ വറ്റിപ്പോകുന്ന ടൈപ്പ് റിവേഴ്സ് ഉണ്ട്. ആ ഒരു ടൈപ്പിനെയാണ് നമ്മൾ വിർജിൻ റിവേഴ്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇറിഗേഷൻ എഞ്ചിനീയറിംഗിൽ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിക്കാനുള്ള ഒരു ടോപ്പിക്കാണ് റിവറിൽ തന്നെ സ്റ്റേജസ് ഓഫ് റിവർ. അതായത് ഒരു റിവർ ഉത്ഭവിച്ച് കടലിലെത്തുന്നതിന് മുൻപായിട്ട് അതിന് ഏതൊക്കെ സ്റ്റേജസ് ഉണ്ടെന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. മെയിനായിട്ട് 4 സ്റ്റേജസ് ആണുള്ളത്. ഫസ്റ്റ് വൺ മൗണ്ടനസ് സ്റ്റേജ്, രണ്ടാമത്തത് സബ് മൗണ്ടനസ് സ്റ്റേജ്, മൂന്നാമത്തത് ആലൂവിയൽ സ്റ്റേജ് ആൻഡ് ഫൈനലി ഡെൽറ്റൈക് സ്റ്റേജ്. എന്താണ് ഈ മൗണ്ടനസ് സ്റ്റേജ്? മൗണ്ടനസ് സ്റ്റേജിന് നമ്മൾ ഹില്ലി സ്റ്റേജ് അല്ലെങ്കിൽ റോക്കി സ്റ്റേജ് എന്നും കൂടെ പറയും. ഒരു റിവർ വാലിയിൽ നിന്ന് ഉത്ഭവിക്കുന്ന ആ ഒരു പോർഷനെ അല്ലെങ്കിൽ ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അങ്ങനെ ഉത്ഭവിക്കുമ്പോൾ ആദ്യം തന്നെ റിവറിന് വിഡ്ത്ത് കൂടുതലായിരിക്കുമോ? അല്ലല്ലോ, വിഡ്ത്ത് വളരെ കുറവായിരിക്കും. അതേപോലെ തന്നെ വെലോസിറ്റി എന്ന് പറയുന്നത് ഹൈ ആയിരിക്കും. കാരണം സ്റ്റീപ്പ് സ്ലോപ്പാണ് അവിടെ ഉണ്ടാവുക. അതുകൊണ്ട് തന്നെ വെലോസിറ്റി ഹൈ ആയിരിക്കും. വെലോസിറ്റി ഹൈ ആയിട്ടുണ്ടെങ്കിൽ സ്കോറിങ്ങിൻ്റെ അളവ് എങ്ങനെയാണ്? സ്കോറിങ്ങും വെലോസിറ്റിയും ഡയറക്റ്റ് റിലേഷനിലാണ് അല്ലെങ്കിൽ ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനിലാണ്. അതുകൊണ്ട് തന്നെ വെലോസിറ്റി എപ്പോൾ കൂടുന്നോ സ്കോറിങ്ങും കൂടുതലായിരിക്കും. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ സ്കോറിങ്ങും വളരെ കൂടുതലായിരിക്കും. ഇനി ഇവിടെ നിന്ന് PSCക്ക് ചോദിക്കുന്ന ക്വസ്റ്റ്യൻ എന്താണെന്ന് അറിയോ? ഒരു ഡാം കൺസ്ട്രക്ട് ചെയ്യാൻ ഏറ്റവും സ്യൂട്ടബിൾ ആയിട്ടുള്ള സ്റ്റേജ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മൗണ്ടനസ് സ്റ്റേജ് ആണ്. രണ്ടാമത്തെ സ്റ്റേജ് എന്ന് പറയുന്നത് സബ് മൗണ്ടനസ് സ്റ്റേജ് ആണ്. സബ് മൗണ്ടനസ് സ്റ്റേജിനെ നമ്മൾ ബോൾഡർ സ്റ്റേജ് എന്ന് കൂടി പറയും. PSCയുടെ ക്വസ്റ്റ്യൻ പേപ്പർ പാറ്റേൺ മാറിയതനുസരിച്ചിട്ട് അതർ നെയിംസ് ഒക്കെ PSC ഒരുപാട് ചോദിച്ചു തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ സബ് മൗണ്ടനസ് സ്റ്റേജിൻ്റെ വേറൊരു പേരാണ് ബോൾഡർ സ്റ്റേജ്. ഇതിൻ്റെ പേര് പറയുന്ന പോലെ തന്നെ സബ് മൗണ്ടനസ് കൊണ്ട് പറയുന്നത് പോലെ തന്നെ റിവർ മൗണ്ടെയിൻ വിട്ടു അതിനുശേഷം വരുന്ന സ്റ്റേജാണ് സബ് മൗണ്ടനസ് സ്റ്റേജ്. ഇനി അതിൽ ബോൾഡർ സ്റ്റേജ് എന്നും കൂടെ പറയണ്ടല്ലോ. അതിന് കാരണം എന്തായിരിക്കും? റിവർ ബെഡിലും റിവർ ബാങ്കിലൊക്കെ ഗ്രാവൽ വളരെ കൂടുതലായിരിക്കും. ഈ ഒരു സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിവർ ആദ്യത്തെ സ്റ്റേജിനേക്കാളും വിഡ്ത്ത് കൂടിയിട്ടുണ്ടാവും. അതായത് മൗണ്ടനസ് സ്റ്റേജിൽ വിഡ്ത്ത് വളരെ കുറവായിരിക്കും, പക്ഷേ ഗ്രാജുവലി രണ്ടാമത്തെ സ്റ്റേജിലേക്ക് എത്തുമ്പോൾ വിഡ്ത്ത് കൂടിയിട്ടുണ്ടാകും. അത് മാത്രമല്ല വെലോസിറ്റി നോക്കുകയാണെങ്കിൽ മൗണ്ടനസ് സ്റ്റേജിൽ സ്റ്റീപ്പായിട്ടുള്ള സ്ലോപ്പ് അല്ലേ? അപ്പോൾ വെലോസിറ്റി കൂടുതലായിരുന്നു. ഈ ഒരു സ്റ്റേജിലേക്ക് വരുമ്പോൾ വെലോസിറ്റി കുറച്ചുകൂടെ കുറഞ്ഞിട്ടുണ്ടാകും. ഇനി ഡൈവേർഷൻ ഹെഡ് വർക്ക് ഒക്കെ നമുക്ക് ഈ ഒരു സ്റ്റേജിൽ കൊടുക്കാൻ വേണ്ടി പറ്റുന്നതാണ്. അടുത്ത സ്റ്റേജ് ആലൂവിയൽ സ്റ്റേജ് അല്ലെങ്കിൽ ട്രഫ് സ്റ്റേജ് ആണ്. ഈ ഒരു സ്റ്റേജിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ റിവർ ഫ്ലോ ചെയ്തൊരു പ്ലെയിൻ ടെറൈനിൽ കൂടെ എത്തിയിട്ടുണ്ടാവും. ഇനി ഈ ഒരു സ്റ്റേജിൽ റിവറിൻ്റെ ബെഡിലും ബാങ്കിലൊക്കെ നമുക്ക് ആലൂവിയൽ സോയിലാണ് കാണാൻ വേണ്ടി പറ്റുക. അതുമാത്രമല്ല മിയാൻഡറിങ് കാണാൻ അല്ലെങ്കിൽ മിയാൻഡറിങ് വിസിബിൾ ആയിട്ട് ഉണ്ടാവുക ഈ ഒരു സ്റ്റേജിലാണ്. ആൻഡ് ഫൈനലി അല്ലെങ്കിൽ ഫൈനൽ സ്റ്റേജ് ഓഫ് റിവർ എന്ന് പറയുന്നത് ഡെൽറ്റൈക് സ്റ്റേജ് ആണ്. ഈ ഡെൽറ്റൈക് സ്റ്റേജ് എന്ന് പറഞ്ഞാൽ നമ്മൾ കടലിലേക്ക് അടുക്കുമ്പോഴേക്കും അല്ലെങ്കിൽ ഓഷ്യനിലാണല്ലോ എൻഡ് ചെയ്യുക എപ്പോഴും റിവേഴ്സ്. ഇങ്ങനെ കടലിലേക്ക് അടുക്കുന്നതിന് തൊട്ട് മുമ്പായിട്ട് നമ്മുടെ റിവർ കുറേ കുഞ്ഞു കുഞ്ഞു ബ്രാഞ്ചസ് ആയിട്ട് മാറും. ബ്രാഞ്ചസ് ആയി മാറുന്ന സമയത്ത് ഡെൽറ്റൈക് ഡെപ്പോസിറ്റ്സ് ഒക്കെ ഉണ്ടാവും. ഈ ഒരു സ്റ്റേജിനെയാണ് ഡെൽറ്റൈക് സ്റ്റേജ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഒരു റിവറിന് കോൺകേവ് ബാങ്കും അതേപോലെ തന്നെ കോൺവെക്സ് ബാങ്ക് ഉണ്ടെന്ന് മനസ്സിലായല്ലോ. സോയിൽ അല്ലെങ്കിൽ സിൽറ്റൊക്കെ കോൺകേവ് ബാങ്കിൽ നിന്ന് ഇറോഡ് ചെയ്ത് കോൺവെക്സ് ബാങ്കിൽ കൊണ്ടുവന്ന് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോഴാണ് ശരിക്കും മിയാൻഡറിങ് നടക്കുന്നത്. ഇനി കുറച്ച് സ്റ്റേജസ് ഓഫ് മിയാൻഡറിങ്ങും കൂടി ഉണ്ട്, അല്ലെങ്കിൽ സ്റ്റേജസ് ഓഫ് മിയാൻഡറിങ് കൂടെ നമുക്ക് പഠിക്കാനുണ്ട്. സ്റ്റേജസ് ഓഫ് മിയാൻഡറിങ് എന്ന് പറഞ്ഞാൽ അഗ്രേഡിംഗ് റിവർ ഉണ്ട്, ഡീഗ്രേഡിംഗ് റിവർ ഉണ്ട്, സ്റ്റേബിൾ റിവർ ഉണ്ട്. ഇതിൽ അഗ്രേഡിംഗ് റിവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ സിൽട്ടിങ് നടക്കുമ്പോൾ സിൽറ്റ് വന്ന് ഡിപ്പോസിറ്റ് ചെയ്യുമ്പോൾ ബെഡ് ലെവൽ കൂടി വരില്ലേ?
ആ ഒരു സ്റ്റേജിനെയാണ് നമ്മൾ അഗ്രേഡിംഗ് റിവർ എന്ന് പറയുന്നത്. ഇനി ചില സമയത്ത് സ്കോറിംഗ് ആക്ഷൻ നടക്കില്ലേ? സ്കോറിംഗ് ആക്ഷൻ നടക്കുന്ന സമയത്ത് ഈ പറഞ്ഞിരിക്കുന്ന ബെഡ് ലെവൽ താന്നു പോകും. അതിനെയാണ് ഡിഗ്രേഡിംഗ് റിവർ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ആൻഡ് ഫൈനലി സ്റ്റേബിൾ റിവർ എന്ന് പറഞ്ഞാൽ സ്ലോപ്പ് ഒക്കെ കോൺസ്റ്റന്റ് ആയിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് റിവർ ആണ് സ്റ്റേബിൾ റിവർ. അപ്പോൾ ഇതൊക്കെയാണ് റിവറിനെ പറ്റി പറയാനുള്ളത്. റിവർ ഒരു ചില്ലറക്കാരനല്ല എന്ന് മനസ്സിലായല്ലോ. അപ്പോൾ ഇതുപോലുള്ള പുതിയ ഇൻഫോർമേറ്റീവ് വീഡിയോ ആയിട്ട് അടുത്തൊരു സെഷനിൽ കാണാം. ഇനി നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ടൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് സെക്ഷനിൽ പ്ലേസ് ചെയ്യുക. അപ്പോൾ അടുത്ത സെഷനിൽ കാണുന്നവരെ താങ്ക് യു.